അത്ര എളുപ്പത്തിൽ എന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ ദേവികെ? ഞാൻ ഒരിക്കലും അങ്ങനെ ഒരർത്ഥത്തിൽ സിദ്ധുവിനെ കണ്ടിട്ടില്ലെന്ന് അറിയാലോ. സിദ്ധുവിനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യം ചന്ദ്രയ്ക്ക. അവളുടെ ആഗ്രഹം നടക്കണം. ഉടനെ ഒരു മറുപടി പറയണമെന്നില്ല. നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. ആ തീരുമാനം പക്ഷേ ചന്ദ്രയ്ക്ക് അനുകൂലമായിരിക്കണം. ഹലോ ദേവികെ, ഹലോ. മോളെ, ഏതു നേരവും ഇങ്ങനെ തനിയെ മാറി നിൽക്കാതെ താഴേക്ക് വന്നിരിക്കേ. ഒറ്റയ്ക്ക് നിന്നാൽ വിഷമം കൂടത്തേയുള്ളൂ. എല്ലാവരുമായി അടുത്തിടപഴകിയാൽ അറിയാതെ നമ്മുടെ സങ്കടമൊക്കെ മാറും. പറ്റുന്നില്ല അച്ഛ. കണ്ണടച്ച അപ്പ എന്റെ അച്ഛന്റെ മുഖം തെളിയും. എന്റെ അന്തസ്സോടെ ജീവിച്ചിരുന്ന ആളാ എന്റെ അച്ഛൻ. ആൾക്ക് ഇങ്ങനൊരു ഗതി വന്നത് ദൈവനിശ്ചയം. അത്രയേ ആയുസുണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കേ. മറ്റെന്ത് മനുഷ്യന് തടഞ്ഞു നിർത്താം, മരണം മാത്രം തടയാൻ പറ്റില്ലല്ലോ മോളെ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട അച്ഛാ. എല്ലാം അവസാനിച്ചു എന്നുള്ള മട്ടിലാ ഇവളുടെ നിപ്പ്. അതിന്റെ വല്ല ആവശ്യമുണ്ടോ ഇവക്ക്? ആരായാലും ജനിച്ചാൽ ഒരു ദിവസം മരിച്ചല്ലേ പറ്റൂ. എല്ലാ മനുഷ്യരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്നും തിരിച്ചു പോകേണ്ടവരാ. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും ചിന്തിക്കാൻ എനിക്ക് കഴിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്കതിന് സാധിക്കും. പക്ഷെ തടസ്സം എന്താണെന്നറിയാം. അച്ഛനെ ഒരു മനഃപൂർവ്വം കൊന്നതാണെന്നുള്ളതാ. എനിക്കുറപ്പുണ്ട് അത് ചെയ്തത് ആരാണെന്ന്. അവർക്കെതിരെ എത്രയും വേഗം ആക്ഷൻ ഉണ്ടാവുന്നു അപ്പോഴെനിക്ക് സ്വസ്ഥത കിട്ടും. സ്വന്തം അച്ഛനെ കൊന്നവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാതെ ഏതെങ്കിലും ഒരു മകൾക്ക് സമാധാനം കിട്ടും. എന്റെ പ്രശ്നം അത് തന്നെയാ. അതിപ്പം പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ മോളെ. അന്വേഷണം കഴിയട്ടെ. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. പോലീസ് അന്വേഷിച്ചാലും പ്രതിയെ പിടിച്ചാലും പോയവരെന്തായാലും തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. പിന്നെ ഒരു സമാധാനം. മകളുടെ കടമ ചെയ്തുവെന്ന് സ്വയം ആശ്വസിക്കാൻ പറ്റും. ഇങ്ങോട്ട് നോവിച്ചവരെ വെറുതെ വിടുന്ന പ്രകൃതം ആയിരുന്നില്ല എന്റെ അച്ഛന്. അങ്ങനെയുള്ള ഒരാളുടെ മോള് ഒരിക്കലും അടങ്ങിയിരിക്കാൻ പാടില്ല. അതും ഇതുപോലൊരു കേസിൽ. മോളെ, നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കും. സമാധാനമായിട്ടിരിക്കെ. നമ്മുടെ സ്വാമിയുടെ വിവരം വല്ലതും ഉണ്ടോ പട്ടേരി? ഇല്ല. അന്ന് നമ്മൾ തമ്മിൽ കണ്ടതിൽ പിന്നെ വിളിയും പറച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. ആവശ്യക്കാർ നമ്മളല്ലേ. താനൊന്ന് വിളിച്ചേ. ശരി മാഡം. വിളിക്കണ്ട. ചോദ്യവും പറച്ചിലും ഒക്കെ നേരിട്ടാവാം. ജയശങ്കറോ? അതും ഒറ്റയ്ക്ക്?
തങ്കച്ചിയുടെ അടുത്തേക്ക് വരാൻ മാത്രമുള്ള ധൈര്യമൊക്കെ ജയശങ്കറിനുണ്ടോ? ഒറ്റയ്ക്ക് പൊരുതി തന്നെയാ ജയശങ്കർ ഇവിടെ വരെ എത്തിയത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഹ, പൊരുതി നേടിന്ന പാവങ്ങളെ പറ്റിച്ച് നേടിന്ന് പറ. നിന്നോട് തർക്കത്തിനൊന്നും വന്നതല്ല ഞാൻ. പിന്നെ ആരും അറിയാതെ കാല് പിടിക്കാൻ വന്നതാണോ? എന്നാ കേട്ടോ ജയശങ്കറെ, തന്നോട് മാത്രം ഈ ജന്മത്ത് സീതാലക്ഷ്മി ക്ഷമിക്കില്ല. ക്ഷമ ചോദിക്കാൻ അത് നിന്നോട്? അതിലും ഭേദം ജയശങ്കർ ആത്മഹത്യ ചെയ്യുന്നതാ. ആത്മഹത്യ അത് തന്നെയാണ് തന്റെ ഒടുവിലത്തെ അഭയസ്ഥാനം. അത് പക്ഷേ ഇപ്പോഴല്ല. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട് നാട് നിങ്ങളെ അലഞ്ഞു തിരിഞ്ഞ് ഒടുക്കം വീണ്ടും ഈ സീതാലക്ഷ്മിയുടെ മുമ്പ് തന്നെ തമന്ന് നിൽക്കും. അപ്പോ ഒരു കഷ്ണം കയറി ഞാൻ തനിക്ക് തരും, എന്റെ ഔദാര്യമായിട്ട്. നിന്റെ ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഭീഷണിയുടെ വാരോലയുമായിട്ട് ഇനി നീ എൻ്റെ വീടിൻ്റെ പടിക്കടന്ന് വന്നേക്കരുത്. നിനക്ക് തരാനുള്ള പണം മുതലും പലിശയും അടക്കം ഒരാഴ്ചക്കകം ഇവിടെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കും ജയശങ്കർ. അത് പറയാൻ കൂടി വേണ്ടിയാണ് ഞാൻ വന്നത്. പോയില്ലേ? ചെല്ലണ്ടെന്ന് പറഞ്ഞു. ആര്? ഇരുട്ടും പരുന്തും. ആ, നശിപ്പിച്ചു. അവരെ കൊണ്ട് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അക്ഷരെ ഒരാവശ്യം വന്നാ വിളിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അവര് സ്വാമിയെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് അവര്. അതാ അക്ഷരെ ഒരു കണക്കിന് നല്ലത്. അവന്മാര് മതി. അതാവുമ്പോ സ്വാമിക്ക് സംശയം തോന്നില്ല. നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാലും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് തലയൂരാനും പറ്റും. ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട പച്ചി. എല്ലാം നമ്മൾ തന്നെ നേരിട്ട് ചെയ്യണമെന്നുണ്ടോ? ആളെ വെച്ച് ചെയ്യിച്ചാ പോരെ? അതൊക്കെ മതി, പക്ഷേ ഗുണമുണ്ടായിരിക്കണം. എന്തിനാണോ നമ്മൾ ഇറങ്ങി തിരിച്ചത് അത് നടന്നിരിക്കണം. പരുന്തേ, എവിടെ എത്തി? പോയിക്കൊണ്ടിരിക്കുക സർ. നിങ്ങൾ തൊട്ടുപുറകെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട് സർ. സ്വാമി ഇടയ്ക്ക് എവിടെയെങ്കിലും കയറിയോ? ഇതുവരെ ഇല്ല. വിടാതെ പിടിച്ചോണം. എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ വിളിച്ചാൽ മതി. ഞാൻ പറന്നങ്ങെത്തിക്കോളാം. അതൊന്നും വേണ്ടി വരില്ല സർ. സ്വാമി എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കും. എന്നിട്ടത് വന്ന് പറയും. സാർ എന്ത് വേണം തീരുമാനിച്ചാൽ മതി. എന്നാ ഫോൺ വെച്ചോ. ശരി സാറേ. മിടുക്കന്മാരാ രണ്ടുപേരും. അവര് സ്വാമിയുടെ പുറകെ തന്നെ ഉണ്ട്.